തിരക്കിട്ട പ്രവാസ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ വളരെ പ്രാധാന്യത്തോടുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളിൽ ഒന്നാണ് നാം പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നാട്ടിൽ ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് കാര്യമായ വിവരം നാം പ്രവാസികൾക്ക് ഇല്ലാത്തതിനാൽ പലപ്പോഴും ഇങ്ങനെയുള്ള പദ്ധതികളുടെ ഗുണം നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നാം വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? ഇങ്ങനെയുള്ള ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ച് കൂടുതൽ നാം അറിവുള്ളവരായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പരിഹാരം. ഇവിടെ കൂട്ടത്തിന്റെ ഭാരവാഹികൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് 10ാം അധ്യായത്തിലെ 6ാം ദിവസത്തെ പരിപാടി. പ്രവാസികളും സർക്കാർ പദ്ധതികളും ഈ ഒരു വിഷയത്തിൽ നമ്മോട് സംസാരിക്കാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഇവിടെ ഈ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് പ്രഗത്ഭരായ 3 വ്യക്തിത്വങ്ങളാണ്. ഒന്നാമതായി ശ്രീമതി വിനീത ഹരിഹരൻ. രാജ്യാന്തര തലത്തിലുള്ള പല പ്രമുഖ വിദ്യാഭ്യാസ യോഗ്യതകളോടൊപ്പം ഒരു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും കൂടിയാണ് ശ്രീമതി വിനീത ഹരിഹരൻ. പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടെ പല പ്രമുഖ ഗവൺമെന്റ് പദ്ധതികളുടെയും പോളിസി രൂപീകരണത്തിൽ ഉന്നതമായ പങ്ക് വഹിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി വിനീത. ഇന്ത്യൻ അച്ചീവേഴ്സ് ഫോറത്തിന്റെ വുമൺ ഓഫ് എക്സലൻസ് അവാർഡ് ഉൾപ്പെടെ പല അവാർഡുകളാണ് ശ്രീമതി വിനീതയെ തേടിയെത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ കൂട്ടത്തിന്റെ ഒരു പരിപാടിയിൽ നമുക്ക് ലഭ്യമായത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഈ നിമിഷത്തിൽ ഞാൻ ശ്രീമതി വിനീത ഹരിഹരനെ ഹാർദവുമായി കൂട്ടത്തിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി വിനീത ഹരിഹരൻ നാട്ടിൽ തൃശ്ശൂരുകാരിയാണ്. നിരവധി രാജ്യാന്തര വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് പുറമെ ഭാരത സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന, ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷൻ, അങ്ങനെ പല കേന്ദ്ര പദ്ധതികളുടെയും പോളിസി രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഇവർ. മാഡം, ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളും പാക്കേജുകളുമാണ് പ്രവാസികൾക്കായി കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് വ്യക്തമാക്കാവോ? താങ്ക് യു രഞ്ജിത്ത്. ഈ കുട്ടം കുണ്ടംകുഴി സ്കൂളിന്റെ അലുംനായ ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യമുണ്ട്. പിന്നെ സജീവ് പുരുഷോത്തമൻ IPFന്റെയും പിന്നെ വേണു ചാത്തൂരിന്റെയും എനിക്ക് പേര് പറയണം. അവരാണ് എന്നെ കണക്ട് ചെയ്ത UAE ഫോറത്തില്. പിന്നെ ഈ വേദിയിൽ സന്നിധരായ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. എന്റെ കൂടെ പാനലിസ്റ്റ് EP ജോൺസണും ജബീറിനും നമസ്കാരം. അപ്പോ actually NRIs എന്ന് പറയുന്നത് government of India considers them as brand ambassadors, actually cultural and other aspects of India represent ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ് NRI community. അവരുടെ contribution to India's economy as well as Kerala's economy significant ആണ്. ഇന്ത്യ എക്കോണമിയിലും റെമിറ്റൻസസും ഒരുപാട് കൂടുന്നുണ്ട്. വർഷത്തോളം ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഉണ്ടാവുന്നത് NRI റെമിറ്റൻസസ് ഇന്ത്യയിലും ആസ് വെൽ ആസ് ഇൻ കേരള. കേരളത്തിന്റെ സിഗ്നിഫിക്കൻസ് 35% ഓഫ് എക്കോണമി കേരളത്തിന്റെ NRI റെമിറ്റൻസസ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പദ്ധതികളും ഒക്കെ പറഞ്ഞത്. ഇപ്പോ ഐ തിങ്ക് they have to do that much at least because the contribution that the community is giving to the state, and so the government of India also recognizes the contribution of the NRIs, and so ഈ ഗവൺമെന്റില് പ്രത്യേകിച്ച് ഈ present government of India ഒരുപാട് ഫെസിലിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട് NRIs വേണ്ടിയിട്ട്. So especially in the FDI segment, FDI policies ease out ചെയ്യാനായിട്ട് ഒരുപാട് efforts നടത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. And at the same time, welfare benefits like our panelist just now said, Jabir, about the Kerala welfare measures. A lot of measures are there, but the Indian government is also extending facilitation efforts. So, for example, the COVID pandemic, Vande Bharat mission, flights, outbound flights, almost 22 lakh passengers abroad. Similarly, outbound
passengers, around 15 lakh passengers kondoyittunde ividunnu. So that was the very big measure that was taken by the government of India. Adillande thanne kore portals establish cheyidittunde. Skilled workers arrival database for employment, Swadesh nu parayum adana. Other in collaboration with National Skill Development Corporation ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഈ സ്വദേശ് പോർട്ടലില് ഈ വരുന്ന മൈഗ്രന്റ് ലേബറേഴ്സ്, UAE ഗൾഫ് കൺട്രീസിന് വേറെ കൺട്രീസിന് വരുന്ന മൈഗ്രന്റ് ലേബറേഴ്സ് അവരുടെ ഡേറ്റാബേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു പോർട്ടലാണ് അത് ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പോർട്ടൽ അവരുടെ സ്കിൽസ് മാപ്പ് ചെയ്തിട്ട് അവർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വരുമ്പോൾ അതാണ് ഒരു പോർട്ടൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് റിഷ്ത എന്ന് പറഞ്ഞ ഒരു പോർട്ടൽ ഉണ്ട്. അതിൽ എല്ലാ NRIസിനെയും ഇന്റർ കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പോർട്ടലാണ് റിഷ്ത പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരുപാട് ഇൻഫർമേഷനും ഒക്കെ കാര്യങ്ങളും ഉണ്ട്. അതിൽ ഔട്ട്റീച്ച് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട് റിഷ്ത പറഞ്ഞ പോർട്ടലിൽ, RISHTA. Similarly, invis.gov.in എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട്. അതും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് റീസെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു പോർട്ടലാണ്. അത് എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും well-established NRIs who want to come and invest in India, അവർക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് അത് ഇൻവെസ് പോർട്ടലിൽ കണ്ടാൽ, invis.gov.in ആ പോർട്ടലിൽ പോയാൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഉള്ളത്, what are the projects that are available for investment, and what are the latest FDI policies in place in India. All that is mentioned in this portal. Apart from that, വേറെ കുറെ റിസർച്ച് ആൻഡ് അനാലിസിസ് നടത്തുന്നുണ്ട് MEA. ഈ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ഈ ECR കാറ്റഗറി വർക്കേഴ്സിന്റെ എല്ലാ ഡേറ്റാബേസും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് MEA മിനിസ്ട്രി. And apart from that, various small support measures നടത്തുന്നുണ്ട് MEA, like scholarship programs for diaspora children. അത് 2006-07 ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ്. Almost 150 scholarships കൊടുക്കുന്നുണ്ട്. Children of NRIs who are settled in India, as well as children of NRIs who want to come and study in India, അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്. around $4,000 per USD per annum ആണ് കൊടുക്കണേ ഈ സ്കോളർഷിപ്പിൽ. ഇന്ത്യയിലത്തെ acclaimed യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ നൽകിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത്. So അതിൽ 50 are for PIOs and 50 for NRIs and 50 for children of CIWG, that is children of Indians working in Gulf. So apart from that, our Indian Community Welfare Fund കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. That is for the consulate services. അവർക്ക് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. കോണ്ടിജൻസി ഫണ്ടാണ്. ഏതെങ്കിലും എമർജൻസീസിന് വേണ്ടിയിട്ട്, എക്സ്പാറ്റ്സിന്റെ എമർജൻസി റിഡ്രസലിന് വേണ്ടിയിട്ടാണ് കോൺസുലേറ്റ്സിന് ഫണ്ടിങ് കൊടുക്കുന്നത്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. And there is also an insurance program in the Pravasi Bharatiya Bima Yojana, PBBY. അത് ഈ മാൻഡേറ്ററി ഇൻഷുറൻസ് സ്കീമാണ്. എല്ലാം എമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് ECR കാറ്റഗറി വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. 10 ലക്ഷത്തോളമാണ് ഇൻഷുറൻസ് കവർ. 275 nominal insurance premium, 275 for 2 years and 375 for 3 years. And apart from that, cultural activities നടത്താൻ വേണ്ടിയിട്ടും India government is providing support to consulates. അതില്ലാണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ തന്നെ കുറെ പ്രോഗ്രാംസും പദ്ധതികളും ഉണ്ട് വേറെ കുറെ ആസ്പെക്ട്സിന് വേണ്ടിയിട്ട്, ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചറിനും റിന്യൂവബിൾ എനർജി, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഹെൽത്തിന് ഇപ്പോൾ ഒരുപാട് അനൗൺസ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് കുറെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാൻ പോണത് ഇന്ത്യയിൽ. So adilum we are going to government of India is going to invite a lot of NRI investment and foreign direct investments for establishment of health facilities in India, because the pandemic inde oru context lana adinte oru realization lana ee oru announcement was done by the Ministry of Health. And so therefore India government inde oru forward looking policy in attracting public private investment especially foreign direct investment, and which has also seen a large growth. Appo koreyum good policies ease out the FDI investments nu vendita. So therefore NRI investments, and it is welcome that the NRI community who are well established they come back to India and invest. Avarodu thenne gramathilum
അവർ റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇഫ് ദേ നീഡ് ടു ഇൻവെസ്റ്റ് ദേ ഷുഡ് കം ആൻഡ് ഇൻവെസ്റ്റ് ഇൻ സ്മോൾ MSMEs in India. സ്മോൾ സ്കെയിൽ വെഞ്ചേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ട് അത് സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് അതിന് സപ്പോർട്ട് കൊടുക്കും ത്രൂ വേരിയസ് കോഓപ്പറേറ്റീവ് മോഡൽസ്. ഇപ്പൊ മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്ട്രി കൂടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. സോ കോഓപ്പറേറ്റീവ് സെക്ടർ വിൽ ഓൾസോ ഗെറ്റ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ്. So therefore, investments NRIs, if they bring in the investments, അതിന് support ചെയ്യാനായിട്ട് Government of India facilitate ചെയ്യും. So that is the forward-looking policy of Government of India now. വിനീത മാം, ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു 4 പതിറ്റാണ്ട് 5 പതിറ്റാണ്ടുകളും ആൾക്കാർ ഇവിടെ നിന്ന് നിർത്തിയിട്ട് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ നാട്ടിൽ പോകുന്ന നീണ്ട കാലയളവിന് ശേഷം നാട്ടിൽ പോകുന്ന ഒരു വ്യക്തിക്ക്, ഒരു പ്രവാസിക്ക് ഏത് തരത്തിലുള്ള ബിസിനസ്സുകളായിരിക്കും നാട്ടിൽ MSME അണ്ടറിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കുക? മാം ഏതൊക്കെയായിരിക്കും അതിനു വേണ്ടിയുള്ള പ്രപ്പോസൽ കൊടുക്കുക? തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഇവിടെ ഡെഫിനറ്റ്ലി അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യണത്. ഇപ്പൊ ഓൾ ഇൻവെസ്റ്റ്മെന്റ്സ്, ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പൊ ഗവൺമെന്റിന്റെ അടുത്തും ലൈക്ക് ഫണ്ടിങ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ വി ആർ ഡിപെൻഡന്റ് ഓൺ എക്സ്റ്റേണൽ ഫണ്ട്സ്. ഇപ്പോ ഞാനിപ്പോ MSME മിനിസ്ട്രിയിലെ ചീഫ് ഓഫ് എക്സ്റ്റേണൽ എയ്ഡഡ് മിഷൻസ് ആണ്. സോ ലോട്ട് ഓഫ് ഫണ്ട്സ് നമ്മൾ വേൾഡ് ബാങ്കും ADB ഒക്കെയാണ് സോഴ്സ് ചെയ്യുന്നത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പൊ ആ നാട്ടിൽ വന്ന് തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ അതില് ഇപ്പോ ഈ ഇന്ത്യൻ ഗവൺമെന്റ് ട്രസ്റ്റ് കൊടുക്കുന്നത് ഈ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പാർട്ട് ഫ്രം ദാറ്റ് MSME സെക്ടറിൽ ഒരുപാട് ലോൺസ് ആണ് കൊടുക്കുന്നത്, ഗ്രാന്റ്സ് അല്ല കൊടുക്കുന്നത്. ബിക്കോസ് ഇപ്പൊ ബിസിനസ് ചെയ്യാൻ ഇഫ് യു ആർ ഏബിൾ ടു ഡു ബിസിനസ് നമുക്ക് അത് ലോണ് അടയ്ക്കാനും സാധിക്കണം. അതിന്റെ ആ ഒരു ഫിലോസഫിയിലാണ് ലോൺ കൊടുക്കുന്നത് സർക്കാർ. പക്ഷെ ഒരുപാട് സോഫ്റ്റ് ലോൺസ് കൊടുക്കുന്നുണ്ട് സർക്കാർ, ഗ്യാരണ്ടി വഴി ലോൺസ് MSME സെറ്റപ്പ് ചെയ്യാനും അത് ഗ്രോ ചെയ്യാനും വേണ്ടിയിട്ടും ലോൺസും കൊടുക്കുന്നുണ്ട്. ദർ ആർ ഓൾസോ സബ്സിഡീസ് ഫോർ സെറ്റിംഗ് അപ്പ് ന്യൂ MSMEs. പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് PMEGP, അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി കോസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സബ്സിഡൈസ് ചെയ്യുന്നുണ്ട് ഒരു പുതിയ MSME സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ സോ ദാറ്റ് ഇസ് ദോസ് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് MSME-ല്. അപ്പൊ വാട്ട് ഐ വുഡ് അഡ്വൈസ് ഓൾസോ, നമ്മൾ നമ്മുടെ തന്നെ നാട്ടിൽ വരുമ്പോൾ അവിടുത്തെ ഒരു റിസോഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് അത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് NRIs-ന്റെ ഒരു നോളജ് ട്രാൻസ്ഫറും ടെക്നോളജി ട്രാൻസ്ഫറും ഇൻവെസ്റ്റ്മെന്റ്സും വന്നാൽ ഇറ്റ് വിൽ ബി എ വിൻ-വിൻ സിറ്റുവേഷൻ രണ്ട് ആൾക്കാർക്കും, രണ്ട് പാർട്ട്നേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും. സോ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കുറെ സ്കീംസ് ഉണ്ട്, ലൈക്ക് ഫോർ MSMEs. ദെൻ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യാൻ കുറെ സീഡ് മണിയും ഗ്രാന്റ്സും സബ്സിഡി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. So that facilitation Government of India will provide, but if the NRI comes in and set for initial groundwork cheyyanam, what are the natural resources that are available in that particular village, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിന് സ്കെയിൽ അപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടെക്നോളജീസ് ആണ് വേണ്ടതെന്ന് അതിന് വേണ്ടിയിട്ട് ഒരു MSME സെറ്റപ്പ് ചെയ്താലും that would be very good. ഇപ്പോ നമ്മുടെ SME സെക്ടറിനെ പറ്റി പറഞ്ഞു, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും കേരള ഗവൺമെന്റ് പദ്ധതികളും നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങള് ഒരുപാട് സാമ്പത്തിക സഹായവും പദ്ധതികളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ഞാൻ കണ്ടൊരു കാര്യം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ എക്സ്പോർട്ടിനും അല്ലെങ്കിൽ ഇന്റേണൽ മാനുഫാക്ചേഴ്സിനുമായിട്ടുള്ള ക്വാളിറ്റി അഷ്വറൻസ് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ അവസ്ഥയിൽ കാണുന്നു. വലിയ മാറ്റങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്റ്റ് അല്ല, മാഡത്തിന്റെ ഒരു ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിൽ പല ഗവൺമെന്റുകളും മുമ്പിലോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു ആവശ്യത്തിന് അപ്ലൈ ചെയ്ത് വരുമ്പോൾ അതൊക്കെ നമ്മുടെ ചുവന്ന നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നാട്ടിൽ നിന്ന് സംഭവിക്കുന്നത്. പൊതുവെ സാധാരണക്കാരന് പലപ്പോഴും ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ട് കിട്ടാത്ത അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ പുതിയ നൂതന രീതി വരുമ്പോൾ പല ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും നമുക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് അതിന്റെ വെരിഫിക്കേഷൻ ചെയ്ത് ഒരു പുതിയ രീതിയിലുള്ള തുടക്കം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പോളിസികൾ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എന്ന് ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും.
എക്സ്പോർട്സിന്റെ ഫോക്കസ് ആണ് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ എക്സ്പോർട്സ് MSMEയും ഒരുപാട് കോൺട്രിബ്യൂഷൻ GDPയുടെ എക്സ്പോർട്സിന് MSME ആണ് ഇപ്പോ ചെയ്യണത്. അപ്പൊ എക്സ്പോർട്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് പ്രോഗ്രാംസും പദ്ധതികളും വഴി. ബട്ട് ദർ ആർ ഓൾസോ സ്പെഷ്യൽ കൗൺസിൽസ് ലൈക്ക് ഇൻവെസ്റ്റ് ഇന്ത്യ പറഞ്ഞിട്ട് ഒരു ഫോറം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോർട്ടൽ invest.gov.in അതിലും കുറെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആസ്പെക്ട്സിന്റെ കുറിച്ചും അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചറൽ കമോഡിറ്റീസിന്റെ എക്സ്പോർട്സും അക്വാകൾച്ചറും ഹോർട്ടിക്കൾച്ചറും അങ്ങനത്തെ റിസോഴ്സസിനാണ് എക്സ്പോർട്ട് ഓറിയന്റേഷൻ കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. Apart from that, digital platform വഴി applications ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോ അത് ദാറ്റ് ഈസ് ആക്ച്വലി ഇപ്പൊ നടക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം MSME സെക്ടറിൽ സെൻട്രൽ ഗവൺമെന്റ് വഴിയാണ് മോസ്റ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഈ ഗവൺമെന്റ് പ്രോഗ്രാംസ് ഒക്കെ. അപ്പൊ അത് ഡയറക്ട്ലി MSMEസിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയാണ് ഈ പദ്ധതികളും സബ്സിഡീസ് ഒക്കെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾ ഡിജിറ്റലി ഓപ്പറേറ്റഡ് നൗ. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിലും MSMEസിലും ഡയറക്ട്ലി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് they are giving subsidies as part of various programs. So it's all online now. Everything is online. ഇപ്പൊ നമ്മൾ ഒരു MSME രജിസ്റ്റർ ചെയ്താൽ തന്നെ, നിങ്ങൾ ആരെങ്കിലും MSME രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അറിയും, ഉടനെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് ഏത് കാറ്റഗറിയിലാണെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ വരും. ആ ഉദ്യം രജിസ്ട്രേഷൻ, ഉദ്യം ആധാർ മെമ്മോറാണ്ടം UAM എന്ന് പറയും. ആ നമ്പർ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഒരു MSME ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോ അതിൽ തന്നെ ഓൾറെഡി തിങ്സ് സ്റ്റാർട്ട് ഫ്ലോയിങ്. ആ ഉദ്യം രജിസ്ട്രേഷൻ വന്ന ഉടനെ തന്നെ നമുക്ക് പിന്നെ സബ്സിഡീസിന് അപ്ലൈ ചെയ്യാനും അതൊക്കെ ബിക്കംസ് ഈസിയർ. ഈ പേറ്റന്റ് രജിസ്ട്രേഷനും സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. IPR രജിസ്ട്രേഷന് നമ്മൾ ആദ്യം ഒരു പേര് കമ്പനീന് വെച്ചാൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗിവിംഗ് സബ്സിഡി. പിന്നെ പേറ്റന്റ് രജിസ്ട്രേഷനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിജിറ്റൈസേഷൻ ഓഫ് MSMEസിന് വേണ്ടിയിട്ടും ഒരുപാട് സബ്സിഡീസും കൺസൾട്ടൻസ് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടും Government of India is giving support actually. അപ്പൊ അത് ഈ ഗവൺമെന്റ് ഓഫ് MSME ചാമ്പ്യൻസ് പോർട്ടൽ എന്ന് പറയും. അത് നോക്കിയാൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. So it has become quite easy now to set up an MSME in India. But only thing is, like you said, banks vadi fund flow is getting oru hindrance ഉണ്ട്. Because banks ന് അവരായിട്ട് KYC norms ഉണ്ട്. അവർക്ക് NPAs വരും കൂടുതൽ. അവരുടെ ലോൺ റീപേയ്മെന്റ്സ് വരുമോ ഇല്ലേ അതിന്റെ ഒക്കെ ഒരു ആന്റിസിപ്പേഷൻ ആണ് അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ലോൺസ് കൊടുക്കാനുള്ള ഒരു ഹിൻഡ്രൻസ് വരുന്നത്. പക്ഷെ ഇപ്പൊ ഈ കോഓപ്പറേറ്റീവ് സെക്ടറിന്റെ ഉള്ളിൽ വന്ന കോഓപ്പറേറ്റീവ് സെക്ടർ വഴിയും ലോൺസ് കൊടുക്കാൻ ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് പ്ലാനിങ്. സോ ഇഫ് ദാറ്റ് കംസ് ഇൻ ഇറ്റ് വിൽ ഈസ് ഔട്ട് മച്ച് മോർ ഫണ്ട് ഫ്ലോ ടു ദി MSMEs. താങ്ക് യു മാം. അത് മാം പറഞ്ഞതിൽ ഒരു കാര്യം ക്ലിയർ ആണ്. ഫണ്ട് ഫ്ലോന്റെ കാര്യത്തിലല്ല എനിക്കൊരു കൺസേൺ ഉണ്ടായത്. മെയിൻലി ഇപ്പോൾ IBF വഴിയുള്ള നമ്മുടെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും പറ്റിയുള്ള കണ്ടീഷൻസ് നമ്മൾ വെക്കുമ്പോൾ, പക്ഷെ ക്വാളിറ്റി മാനുഫാക്ചറിങ് ക്വാളിറ്റി എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എവിടെയും മെൻഷൻ ചെയ്താൽ കാണുന്നില്ല. അത് തന്നെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രൊഡക്റ്റുകളെ സെല്ല് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം കാണുന്നത്. ചൈനീസ് മാർക്കറ്റിന് കോമ്പറ്റീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നല്ല, പക്ഷെ എന്നാലും അവർ ആ ഏരിയ ഡെവലപ്പ് ചെയ്ത് വരാതിരിക്കുന്നതിന്റെ മെയിൻ കൺസേൺ അതാണ്. അതിനുവേണ്ടി എന്തെങ്കിലും അതിലും ആക്ച്വലി ദാറ്റ് ഇസ് ഓൾസോ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഈ മാർക്കറ്റ് പ്രൊമോഷൻ സ്കീം, ഇന്റർനാഷണൽ കോഓപ്പറേഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ MSME സെക്ടറിലുണ്ട്. അതിൽ വി ആർ ട്രൈങ് ടു വർക്ക് ടുവേർഡ്സ് ബെഞ്ച് മാർക്കിംഗ് അഗെയിൻസ്റ്റ് ഇന്റർനാഷണൽ റീറ്റെയിൽ നോംസ്. ദിനേശ് പറഞ്ഞ പോലെ ഇന്റർനാഷണൽ യൂറോപ്യൻ റീറ്റെയിൽ നോംസും ഫോളോ ബെഞ്ച് മാർക്കിംഗ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ MSMEസിന് ട്രെയിനിങ് കൊടുക്കുന്നത് ആ പ്രോഗ്രാം വഴി.